ഹലോ എവരി വൺ. ഈ വീഡിയോയിൽ ഞാൻ ബംഗളൂരിൽ നടന്ന ഒരു ട്രാജിക് കേസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വളരെ ഷോക്കിംഗ് ആയിരിക്കുന്ന ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് ഇത്. പുതിയ കേസൊന്നുമല്ല. ഇതുപോലെ ഇരിക്കുന്ന ഒരുപാട് കേസസിനെ കുറിച്ച് ഞങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട്. ഇത് ഒരു റിയൽ സ്റ്റോറിയാണ്. ഗാനവി പിന്നെ ഹസ്ബൻഡായ സൂരജ് ശിവനുടെ ഒരു ട്രാജിക് സൂസൈഡ് കേസാണ്. ഈ കേസിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു മർഡറിന്റെ രൂപത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെരിഫൈഡ് ആയിരിക്കുന്ന ന്യൂസ് പേപ്പർ പ്രകാരം ഇതൊരു മർഡർ അല്ല, ഇത് വന്നിട്ട് ഒരു സൂസൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവർ രണ്ടുപേർക്കും എന്തുവാ സംഭവിച്ച്, അവർ മരിക്കാനുള്ള കാരണം എന്തുവാ എന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ വന്നിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫോട്ടോയിൽ കാണുന്ന ഗാനവി എന്ന പെണ്ണിന് 26 വയസ്സാണ്. MBA ഗ്രാജുവേറ്റ് ആയ ഗാനവി ഫാമിലിയോടൊപ്പം ബി ചന്നസാന്ദ്ര രാമമൂർത്തി നഗർ ബംഗളൂരിൽ താമസിച്ചുകൊണ്ടായി. അച്ഛന്റെ പേര് ശശികുമാർ. ചില റിപ്പോർട്ടിൽ അമ്മ രുക്മിണി എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിലും അച്ഛനും അമ്മയും ഇരിക്കുന്ന ആഗ്രഹം പോലെ മകളായ ഗാനവിയുടെ ഭാവി സ്റ്റേബിളായി ഹാപ്പിയായി ഇരിക്കണമെന്ന് അവളുടെ കല്യാണം സൂരജ് ശിവനോടൊപ്പം കഴിപ്പിക്കും. കല്യാണം തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാവുമെന്ന് അവിടെ ഇരിക്കുന്ന ആരും ആ സമയം വിചാരിച്ചില്ലായിരുന്നു. 36 വയസ്സ് പ്രായമുള്ള സൂരജ് ശിവന മദർ ജയന്തി ശിവന ബ്രദർ സഞ്ജയ് ശിവനോടൊപ്പം വിദ്യാരണ്യപുര ബംഗളൂരിൽ താമസിച്ചുകൊണ്ടായി. സൂരജ് അവിടെ ഓൺലൈൻ ഡെലിവറി ബിസിനസ്സുടെ ഓണറായിരുന്നു. ഇവർ രണ്ടുപേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നു. ഫാമിലിയുടെ സമ്മതത്തോടെ 23 നവംബർ 2025 പാലസ് ഗ്രൗണ്ട് ബംഗളൂരിൽ ഏകദേശം 40 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ഗ്രാൻഡ് ആയി റിസപ്ഷൻ നടത്തും. രണ്ട് ഫാമിലിയും സംസാരിച്ചപ്പോൾ റിസപ്ഷൻ ചെലവും പെണ്ണിന്റെ സൈഡും കല്യാണ ചെലവും ചെക്കന്റെ ഭാഗത്തിൽ ചെയ്യണം എന്നായിരുന്നു. 29 ഒക്ടോബർ 2025 ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കും. റിപ്പോർട്ട്സ് പ്രകാരം കല്യാണം ഒരുപാട് എക്സ്പെൻസ് ചെയ്ത് ഗ്രാൻഡായി ചെയ്തിട്ടുണ്ടായി. പുറത്തുനിന്ന് നോക്കുവാണെങ്കിൽ നോർമലായി സന്തോഷമായി കാണുവാണെങ്കിലും കല്യാണം കഴിഞ്ഞ ശേഷമാണ് ശരിക്കുള്ള പ്രോബ്ലം തുടങ്ങിയത്. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന്റെ ശേഷം 10 ദിവസത്തിനുള്ള പ്ലാൻ ചെയ്ത് ഹണിമൂൺ ആഘോഷിക്കാൻ ശ്രീലങ്കയിലോട്ട് രണ്ടുപേര് പോകും. മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് പ്രകാരം യാത്രയിൽ അവരുടെ ഇടയിൽ വഴക്കുണ്ടാവും. ഇതിന്റെ പുറകിലുള്ള റീസൺ ഗാനവിയുടെ പ്രീ മാരിറ്റൽ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഇനി ചില സോഴ്സ് പ്രകാരം സ്ത്രീധനം ചോദിച്ച് അവളെ ടോർച്ചർ ചെയ്തു എന്നാണ്. സിറ്റുവേഷൻ വളരെ സീരിയസ് ആയപ്പോൾ ട്രിപ്പിന് നടക്കിൽ ക്യാൻസൽ ചെയ്ത് ഡിസംബർ 21 അവർ ഇന്ത്യയിലോട്ട് തിരിച്ചു വരും. അവിടെ നിന്ന് വന്ന ശേഷം ഗാനവി ഹസ്ബൻഡുടെ വീട്ടിലോട്ട് പോവാതെ തൻ്റെ പേരൻസുടെ വീട്ടിലോട്ട് പോകും. ഇതിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ചെറിയ ഇഷ്യൂ ആയിരുന്നില്ല എന്ന്. രണ്ടു ഫാമിലിയുടെ ഇടയിൽ ഡിസ്കഷൻ നടന്ന ശേഷം പ്രോബ്ലം സോൾവ് ആവില്ല. ഗാനവിയുടെ ഫാമിലിയെ പ്രകാരം അവൾ സീരിയസ് ആയ മെന്റൽ സ്ട്രെസ്സിലായിരുന്നു. സിറ്റുവേഷൻ കയ്യിന്ന് പോയപ്പോൾ അച്ഛനായ ശശികുമാർ രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മെന്റൽ ഹറാസ്മെന്റ് ആൻഡ് സ്ത്രീധനം ചോദിച്ച് അവളെ പ്രഷർ ചെയ്തു എന്ന് അവളുടെ ഹസ്ബൻഡായ സൂരജ് ശിവന പിന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ മുകളിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യും. ഈ സമയത്ത് ഗാനവി ജീവനോടെ ഉണ്ടായി, എന്നാൽ ഇമോഷണലി ബ്രോക്കൺ ആയിരുന്നു. 24 ഡിസംബർ 2025 ഗാനവി പേരൻസുടെ വീട്ടിൽ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യും. റൂമിൽ തൂങ്ങിയ നിലയിൽ അൺകോൺഷ്യസ് ആയി കണ്ടപ്പോൾ അവളെ ഉടൻ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. കണ്ടീഷൻ ക്രിട്ടിക്കൽ ആയതിനാൽ ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റ് ശേഷം അവളുടെ ജീവൻ അവിടെ വെച്ച് പോകും. പോലീസ് ആൻഡ് ഫാമിലിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം കോർ റീസൺ മാരിറ്റൽ ഡിസ്പ്യൂട്ട് പിന്നെ ഡൗറി ഹറാസ്മെന്റ് ആയിരുന്നു. ഇമ്മീഡിയറ്റ് ഗാനവി മരിച്ച ശേഷം പോലീസ് FIR രജിസ്റ്റർ ചെയ്യും. 26 ഡിസംബർ ഗാനവിയുടെ പേരൻസ് പിന്നെ റിലേറ്റീവ്സ് ഗാനവിയുടെ ബോഡി സൂരജുടെ വീട്ടിൽ മുന്നിൽ വെച്ചിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യും. ഇതിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന്. അതിന്റെ ശേഷം സൂരജ് ആൻഡ് സൂരജുടെ ഫാമിലിയുടെ മുകളിൽ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ, മീഡിയ അറ്റൻഷൻ, സോഷ്യൽ പ്രഷർ കൂടും. സൂരജിന് ഇതൊന്നും സഹിക്കാനാവാത്തപ്പോൾ ഗാനവി മരിച്ച നെക്സ്റ്റ് ഡേ തന്നെ അമ്മയോടൊപ്പം ബംഗളൂരിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് മഹാരാഷ്ട്രയിലിരിക്കുന്ന നാഗ്പൂർ എന്ന സ്ഥലത്തിലോട്ട് പോകുന്നു. ഈ സഡൻ മൂവ്മെന്റ് അവന്റെ മുകളിൽ സംശയം കൂട്ടും. അതുപോലെ തന്നെ ഈ കേസിന്റെ മുകളിൽ അറ്റൻഷൻ കൂടും. വൈഫായ ഗാനവി മരിച്ച് 3 ദിവസത്തിന്റെ ശേഷം 28 ഡിസംബർ സെയിം രീതിയിൽ സൂരജ് നാഗ്പൂർ ഹോട്ടലിൽ വെച്ച് സൂസൈഡ് ചെയ്യും. കൂടെ ഉണ്ടായ അമ്മയും സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കും, എന്ന അമ്മ രക്ഷപ്പെട്ടിരിക്കുവാണ്. പോലീസ് കൺഫേം ചെയ്യും സൂരജുടെ മരണം ഒരു സൂസൈഡ് ആണെന്ന്. സ്ഥലത്തിൽ ഒരു എക്സ്റ്റേണൽ വയലൻസ് നടന്ന രീതിയിൽ ഒരു സൈൻ ഉണ്ടായില്ല. ഈ കേസ് നാഷണൽ ഡിസ്കഷൻ പോയിന്റ് ആയി മാറിയിരിക്കുവാണ്. മർഡർ കേസായി അല്ല,
ഒരു ഡബിൾ സൂസൈഡ് ട്രാജഡിയുടെ രൂപത്തിലാണ്. ലിങ്ക്ഡ് ടു മെറിറ്റൽ കോൺഫ്ലിക്റ്റ്, ഡൗറി ഹറാസ്മെന്റ് ആൻഡ് മെന്റൽ ഹെൽത്ത് പ്രഷർ. ഇത് ഒരു സ്റ്റോറി അല്ല, ഒരു സൈഡ് എടുക്കാണ്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു റിമൈൻഡർ ആണ്. മെന്റൽ ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ സീരിയസ് ആയ ഇഷ്യൂവിനെ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ സഹായം എടുക്കുക. ലൈഫ് ഈസ് പ്രീഷ്യസ് ആണ്. സൈലൻസ് ആയിരിക്കുന്നത് വളരെ ഡേഞ്ചർ ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഏതെങ്കിലും കേസിനെ കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉറപ്പായും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.